നമസ്കാരം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ അത് അങ്ങനെയല്ല എന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറേ നാളുകളായി മാധ്യമങ്ങളിലൂടെ മറ്റും പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ മുഖ്യമന്ത്രി പദവിയേക്കാൾ മുകളിൽ വളർത്തിയ ചില സൂപ്പർ മുഖ്യമന്ത്രിമാരുണ്ട്. ആരാണ് അവർ എന്ന ചോദ്യത്തിന് പ്രസക്തി ഏറെയാണ് ഈ സാഹചര്യത്തിൽ. മുഖ്യമന്ത്രിയേക്കാൾ വലിയ സൂപ്പർ മുഖ്യമന്ത്രിമാരെ പിണറായി വിജയൻ നിർമ്മിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല. അതിലേക്കുള്ള ചുവടുവെപ്പ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ 1987 അന്ന് മുഖ്യമന്ത്രി ഇ.കെ. നായനാരാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന തസ്തികയിൽ ഒരാളെ CPM നിയമിച്ചത് ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ തന്നെ. പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടത്തിയ ക്രമീകരണങ്ങളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിക്ക് സൂപ്പർ മുഖ്യമന്ത്രിയുടെ അധികാരം നൽകിയത്. 1996 നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശിയും പാർട്ടി സെക്രട്ടറിയായി പിണറായിയും വന്നതോടെ മുഖ്യമന്ത്രിയെയും മറികടന്നുള്ള അധികാരം പാർട്ടി വഴി പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് വന്നു. അന്നു മുതൽ തുടങ്ങിയതാണ് പിണറായി വിജയനും ശശിയും തമ്മിലുള്ള ആത്മബന്ധം. അങ്ങനെ പിണറായി വിജയന് കീഴിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി എത്തിയതോടെ പാർട്ടിയെയും കൂസാതെ ശശി വളർന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറിയായും പ്രൈവറ്റ് സെക്രട്ടറിയായും രാഷ്ട്രീയ നേതാക്കൾ എന്ന രീതി സ്വീകരിച്ചതും പിണറായി തന്നെയാണ്. 96 നായനാർ സർക്കാരിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശിയും പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമസഭാ സെക്രട്ടേറിയറ്റിലെ മുൻ ഉദ്യോഗസ്ഥൻ EM മുരളീധരനും വന്നു. പാർട്ടി സെക്രട്ടറി പിണറായിക്ക് വേണ്ടി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടത്തിയ ഇടപെടലുകൾ പ്രൈവറ്റ് സെക്രട്ടറിയെ അപ്രസക്തനാക്കി. അങ്ങനെ മുഖ്യമന്ത്രിയേക്കാൾ വലിയ സൂപ്പർ മുഖ്യമന്ത്രിയായി പി ശശി എത്തുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ KN ബാലഗോപാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. IAS ഷീല തോമസ് പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്നു. അന്നത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നതിനാൽ പോലീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഇടപെടൽ ഉണ്ടായില്ല. എന്നാൽ പിണറായിയുടെ മന്ത്രിസഭയിൽ അത് അങ്ങനെയല്ല. പിണറായി വിജയൻ്റെ ആദ്യ സർക്കാരിൻ്റെ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 പ്രധാന തസ്തികയിൽ രാഷ്ട്രീയ നേതാക്കളെത്തി. പുത്തനത്ത് ദിനേശ് പൊളിറ്റിക്കൽ സെക്രട്ടറിയും MV ജയരാജൻ പ്രൈവറ്റ് സെക്രട്ടറിയുമായി. പക്ഷേ പ്രശ്നം ആരംഭിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. പുത്തനത്ത് ദിനേശിന് പകരം എത്തിയ പി ശശി പാർട്ടി സെക്രട്ടറിയുടെ പോലും സമകാലികനായതിനാൽ പാർട്ടിക്ക് നിയന്ത്രണം കൈവിട്ടു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ ശേഷം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ കസേരയിലേക്കാണ് പി ശശി രംഗപ്രവേശനം ചെയ്തത്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ ഉമ്മൻചാണ്ടിക്ക് മാത്രമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വെച്ചിട്ടുള്ളത്. എന്നാൽ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ശൈലി അവിടെ ഉണ്ടായിരുന്നതിനാൽ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് വലിയ ഇടപെടൽ ഉണ്ടായിരുന്നില്ല. നിലവിൽ മുഖ്യമന്ത്രിയേക്കാൾ കരുത്തുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗങ്ങൾ സൂപ്പർ മുഖ്യമന്ത്രിമാരാവുകയാണ്. കെ രാഗേഷ് പ്രൈവറ്റ് സെക്രട്ടറിയും കെ എബ്രഹാം എന്ന ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും മീഡിയ സെക്രട്ടറിയായി പ്രഭാവർമ്മയും പ്രസ് സെക്രട്ടറിയായി PM മനോജും അടങ്ങുന്ന ഒരു നിര. പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരണം. മുഖ്യൻ കാണേണ്ട ഫയലുകൾ പരിശോധിക്കുക, മന്ത്രിസഭാ യോഗത്തിൻ്റെ അജണ്ട തയ്യാറാക്കുക. ഭരണമുന്നണിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിലുള്ള പ്രധാന പാലമാണ് പി ശശി. സാമ്പത്തിക കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഉപദേശകനായി KM എബ്രഹാം എന്ന ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്തകൾ ഏത് തരത്തിൽ എങ്ങനെ നൽകണമെന്ന് തീരുമാനിക്കുന്ന പ്രഭാവർമ്മയും PM മനോജും. ഇങ്ങനെ നീളുകയാണ് മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങളുടെ ലിസ്റ്റ്. ഇതിൽ മാധ്യമങ്ങൾ പറയുന്ന, പ്രതിപക്ഷം പറയുന്ന മുഖ്യമന്ത്രിയേക്കാൾ കരുത്തുള്ള സൂപ്പർ മുഖ്യമന്ത്രിയായി പാർട്ടിയെ വകവയ്ക്കാതെ ആരോപണങ്ങൾക്ക് വിധേയനായി മാറിയിരിക്കുന്നത് പി ശശിയാണ്. അതായത് ആനയേക്കാൾ വലിയ കരുത്തുള്ള തോട്ടി, മൂർത്തിയേക്കാൾ ശക്തിയുള്ള വെളിച്ചപ്പാട്. അങ്ങനെ മാറുന്നു ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ മുഖ്യമന്ത്രിയേക്കാൾ തലപ്പത്തുള്ള പി ശശിയുടെ രാഷ്ട്രീയ ഇടപെടലുകളും പോരാട്ടങ്ങളും. പി അൻവറിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന KT ജലീലും കുറച്ച് ഇടതുപക്ഷ നേതാക്കന്മാരും കാര്യം ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. പി ശശിയെ ഇനിയും മുഖ്യമന്ത്രിയേക്കാൾ വലിയ മുഖ്യമന്ത്രിയായി തുടരുവാൻ അനുവദിക്കുമോ എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ എടുക്കേണ്ട തീരുമാനം തന്നെയാണ്. എന്നാൽ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ഇവിടുത്തെ ഭരണസിരാ കേന്ദ്രങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്, ഇവിടുത്തെ സർക്കാർ സംവിധാനത്തെ ബാധിക്കുന്ന വിഷയമാണ്, ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ പാർട്ടി മാത്രമല്ല ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. പാർട്ടിയേക്കാൾ മുകളിൽ ഇവിടെ ഒരു സംവിധാനമുണ്ട്, ഇവിടെ ഒരു നീതിന്യായ കോടതിയുണ്ട്. ആ കോടതിയാണ് വിഷയങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. അല്ലാതെ മുഖ്യമന്ത്രിയേക്കാൾ കരുത്തുള്ള
സൂപ്പർ മുഖ്യമന്ത്രിമാരോ അതുമല്ലെങ്കിൽ സർക്കാരിന് വിപത്താകുന്ന തരത്തിൽ പ്രവർത്തിച്ചവർക്കെതിരെ പാർട്ടിക്കുള്ളിൽ പരാതി പറയുന്ന PV അൻവറോ അല്ല.